അമേരിക്കയിലെ മിഷിഗനിൽ ജൂത ദേവാലയത്തിനു നേരെ ആക്രമണം. കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ആക്രമിയെ സെക്യൂരിറ്റി ജീവനക്കാർ വെടിവെച്ച് കൊലപ്പെടുത്തി. ഡീട്രോയിറ്റ് നഗരത്തിനടുത്ത് ടെമ്പിൾ ഓഫ് ഇസ്രായേൽ സിനഗോഗിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സംഭവം നടന്നത്. സംഭവത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല. 12,000 അംഗങ്ങളുള്ള വലിയ സിനഗോഗിന് നേരെയാണ് ആക്രമണം നടന്നത്. സിനഗോഗിലെ പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികൾ ക്ലാസ്സിലുള്ള സമയത്തായിരുന്നു ആക്രമണം. എല്ലാവരും സുരക്ഷിതരാണെന്നും ജൂതസമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും FBI അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ദേവാലയത്തിന് നേരെ ആക്രമണം നടന്നത്. മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ അക്രമി വാഹനം കെട്ടിടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ട അക്രമി മിഷിഗനിൽ താമസിക്കുന്ന ലെബനൻ വംശജനെന്നാണ് പ്രാഥമിക സൂചന. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം രജിസ്റ്റർ ചെയ്തത് ഇയാളുടെ പേരിലാണ്. ഇയാളുടെ കുടുംബാംഗങ്ങളിൽ ചിലർ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ആക്രമണത്തിന് പിന്നാലെ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെടിവെച്ച് വീഴ്ത്തിയതായി ഓക്ലാൻഡ് കൗണ്ടി പോലീസ് പറഞ്ഞു. വാഹനം ഇടിച്ച് ഒരു സുരക്ഷാ ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. പരിശോധനയിൽ അക്രമിയുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള സിനഗോഗുകൾ അടുത്ത കാലത്തായി ജാഗ്രത പാലിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാനിലെ മിനാബിൽ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം ക്ഷമിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. 168 വിദ്യാർത്ഥിനികൾ മരിച്ച ഈ സംഭവത്തിൽ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇറാൻ വക്താവ് ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന് അമേരിക്ക വാദിച്ചെങ്കിലും പിന്നീട് അമേരിക്കൻ സൈന്യം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 168 വിദ്യാർത്ഥിനികളുടെ മരണത്തിന് കാരണമായ ഈ ആക്രമണത്തിന് ഉത്തരവാദിയായവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവരുതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഫെബ്രുവരി 28-ന് മിനാബ് നഗരത്തിൽ നടന്ന അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ 168 ഇറാനിയൻ കുരുന്നുകളെയാണ് കൊന്നൊടുക്കിയത്. 168 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും മരണത്തിന് കാരണമായ ഈ ആക്രമണം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മരിച്ച കുരുന്നുകൾക്കായി ഒരുക്കിയ കുഴിമാടങ്ങളുടെ ചിത്രം ആക്രമണങ്ങളുടെ തീവ്രത വിളിച്ചോതുന്നതായിരുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക അല്ലെന്നായിരുന്നു ട്രംപിന്റെ വാദം. അമേരിക്കൻ സൈന്യം സാധാരണയായി ഉപയോഗിക്കുന്ന ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷം തെളിവുകളൊന്നും നിരത്താതെ തന്നെ ഇറാൻ കൈവശം ടോമഹോക്കുകൾ ഉണ്ടെന്ന് വാദിച്ചുകൊണ്ടായിരുന്നു അമേരിക്ക ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാനുമേൽ ചാർത്തിയത്. അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആക്രമണത്തിന് പിന്നിൽ അമേരിക്കൻ സേനയാണെന്ന് US സൈന്യത്തിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ അന്വേഷണം തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലാകെ പടർന്നിരിക്കുന്ന ആക്രമണം ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇന്നലെ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.